കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് +2 ഇപ്പൊ കഴിഞ്ഞ ബയോളജി സേ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ബോട്ടണി പാർട്ടാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത്. സുവോളജി നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ ബേസൽ പാർട്ട് ഓഫ് ദ ഒവ്യൂൾ? ഓക്കെ, അപ്പോൾ ഒവ്യൂളിന്റെ ബേസൽ പാർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ചലാസ. ഓക്കെ, അവിടുത്തെ ഡി ചലാസയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്ലാന്റ്സ് ഫോംഡ് ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ ആർ ജെനറ്റിക്കലി ഐഡന്റിക്കൽ. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ്. അതായത് മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാക്കുന്ന സസ്യങ്ങൾ ജനിതകപരമായി ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ സൊമാക്ലോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊമാക്ലോൺസ് എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ആർ കോൾഡ്. അതായത് കൺസ്യൂമേഴ്സ് പുതിയ ജൈവ വസ്തുക്കൾ നിർമ്മിക്കുന്ന ആ ഒരു റേറ്റിനെ പറയുന്നത്. അതും ഇവിടെ പഠിച്ചതാണ്. ഏത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഓർക്കിഡ് ഈസ് ഗ്രോയിങ് ആസ് ആൻ എപ്പിഫൈറ്റ് ഓൺ എ ട്രീ. ഐഡന്റിഫൈ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഇതും പഠിച്ചതാണ്. ഇന്ററാക്ഷൻ എഴുതാനാണ്. ഏതാണ്? ഒരു മരത്തിൽ എപ്പിഫൈറ്റ് ആയി വളരുന്ന ഓർക്കിഡ്, അത് ഏത്? അവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്? കൊമൻസാലിസം ആണ്. ഓക്കെ, കൊമൻസാലിസം ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കാരണം അവിടെ ഓർക്കിഡിന് എന്താണ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടുന്നു. അപ്പോൾ അതിന് പ്രയോജനം ഉണ്ടാകുന്നു. പക്ഷെ മരത്തിന് അവിടെ ഗുണമോ ദോഷമോ ഒന്നും സംഭവിക്കില്ല. അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ശരിയായ ഉത്തരം എഴുതാനാണ്. ഐഡന്റിഫൈ ദ എൻസൈം യൂസ്ഡ് ടു ഡൈജസ്റ്റ് ബാക്ടീരിയ സെൽ വാൾ. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നത് ബാക്ടീരിയയുടെ സെൽ വാളിനെ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് എൻസൈം, രാസാഗ്നി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലൈസോസൈം ആണ് ആൻസർ, ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ എനി 9 ക്വസ്റ്റ്യൻ ഫ്രം 6 to 16, 6 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. എന്നാണ് 2 മാർക്കിന്റെ ആയിരുന്നു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഇനി 6ന്റെ എ ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ഷൻ എൻസൈംസ് ബിലോങ് ടു എ ലാർജർ ക്ലാസ് ഓഫ് എൻസൈംസ് കോൾഡ് ന്യൂക്ലിയേസസ്. ഓക്കെ, ന്യൂക്ലിയേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ഓഫ് 2 ടൈപ്പ്. അവ 2 തരത്തിലുണ്ട്. വിച്ചാർജ്, അതായത് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ്, അത് ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന വലിയൊരു എൻസൈം വിഭാഗത്തിൽ പെട്ടതാണ്. അത് 2 തരത്തിലുണ്ട്. അത് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചു. എക്സോ ന്യൂക്ലിയസസും എൻഡോ ന്യൂക്ലിയസസും എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. അത് പഠിപ്പിച്ചതാണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കട്ടിംഗ് ദ വെക്ടർ ആൻഡ് സോഴ്സ് DNA വിത്ത് ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം? ഓക്കെ, വെക്ടർ DNAയും സോഴ്സ് DNAയും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അപ്പൊ കാരണം നമുക്കറിയാം, ഇത് ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ വെക്ടർ DNAയിലും സോഴ്സ് DNAയിലും അവിടെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റിക്കി എൻസ് ഉണ്ടാവും. സ്റ്റിക്കി എൻസ് രൂപപ്പെടുന്നു. അപ്പൊ ഇതിന് നമുക്ക് പെട്ടെന്ന് അതിനെ കൂട്ടിച്ചേർത്ത് റീകോമ്പിനന്റ് DNA ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ രീതിയിൽ ഈ ആശയം വരുന്ന തരത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതിയാലും മാർക്ക് തരും മിക്കവാറും. ഓക്കെ, ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, dN/dt = Rn ഈസ് ആൻ ഇക്വേഷൻ റെപ്രസെന്റിങ് എ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽ. നമ്മൾ പഠിച്ചു. പോപ്പുലേഷൻ ഗ്രോത്ത് മോഡലിന്റെ ഒരു ഇക്വേഷൻ ആണ് dN/dt = Rn എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽ ഈസ് എക്സ്പ്രസ്ഡ് വിത്ത് ദിസ് ഇക്വേഷൻ? അപ്പോൾ ഈ ഇക്വേഷൻ ഏത് തരത്തിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് മോഡലാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അത് എന്താണ്? നമ്മൾ ആ ഗ്രാഫ് പഠിച്ചു. അപ്പോൾ എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലാണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡൽ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ജിയോമെട്രിക് ഗ്രോത്ത് മോഡൽ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് R ആൻഡ് N റെപ്രസെന്റ്? ഇവിടെ ആറും എന്നും എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ ഇത് പറഞ്ഞായിരുന്നു. R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും, N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ ഡെൻസിറ്റി എന്നും എഴുതാം. ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, 8ന്റെ എ, വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? എന്താണെന്ന് ഇവിടെ പഠിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഡെട്രീറ്റസ് ഇൻടു സ്മോളർ പാർട്ടിക്കിൾസ്. അതായത് അവശിഷ്ടങ്ങളെ ചെറിയ കഷ്ണങ്ങളായി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഡീകമ്പോസിഷൻ, ജീർണനം എന്ന് നമ്മൾ ഇവിടെ പഠിച്ചു പറഞ്ഞു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പഠിച്ചതാണ്, പറഞ്ഞിരുന്നു. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് 2 ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഫേവറബിൾ ഫോർ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷന് അനുയോജ്യമായ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതും പറഞ്ഞു. നമ്മൾ ചൂട്, ടെമ്പറേച്ചറും പിന്നെ സോയിൽ മോയ്സ്ചറും
അതും പഠിച്ചതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോക്കനട്ട് എക്സിബിറ്റ് ബോത്ത് ന്യൂക്ലിയർ ആൻഡ് സെല്ലുലാർ എൻഡോസ്പെം ഡെവലപ്മെന്റ്, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് തേങ്ങയിൽ ന്യൂക്ലിയർ എൻഡോസ്പെമും സെല്ലുലാർ എൻഡോസ്പെമും കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? അതായത് നമ്മുടെ തേങ്ങയിലെ കോക്കനട്ട് വാട്ടർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം ആണെന്നും അതിൽ എന്താണ് സെൽ വാള് ഇല്ലാതെ ആയിരക്കണക്കിന് ന്യൂക്ലിയസുകൾ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നു എന്നുള്ള അർത്ഥം തരുന്ന രീതിയിൽ എഴുതണം. പക്ഷെ അതിന് ചുറ്റുമുള്ള ആ വൈറ്റ് കേണൽ, അതായത് നമ്മുടെ ആ വെള്ള കളറിൽ വരുന്ന അത് സെല്ലുലാർ എൻഡോസ്പെം ആണ്. അത് പുറം ഭാഗത്തെ ആ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാള് രൂപപ്പെടുത്തുന്ന വഴിയാണ് ഈ ഭാഗം ഉണ്ടാകുന്നതെന്ന് പറയണം. എന്നിട്ട് എന്ത് പറയണം? ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണെന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, അതും പഠിപ്പിച്ചിട്ടുള്ളതാണ്. പൊമാറ്റോ ഈസ് എ സൊമാറ്റിക് ഹൈബ്രിഡ് ബിറ്റ്വീൻ പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ. ഓക്കെ, അത് പറഞ്ഞു. അതായത് പൊട്ടറ്റോയും ടൊമാറ്റോയും ചേർന്നുണ്ടായ സൊമാറ്റിക് ഹൈബ്രിഡ് ആണ് പൊമാറ്റോ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, സൊമാറ്റിക് ഹൈബ്രിഡ് എന്നാൽ എന്ത്? ഇവിടെ പഠിപ്പിച്ചതാണ്. എന്താണ്? രണ്ട് വ്യത്യസ്ത ഇനം സസ്യങ്ങളുടെ ലൈംഗികമല്ലാത്ത കോശങ്ങളിൽ നിന്ന്, അതായത് സൊമാറ്റിക് സെൽസ്, അതാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ അതിലെ പ്രോട്ടോപ്ലാസ്റ്റിനെ പരസ്പരം ഫ്യൂഷൻ നടത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈബ്രിഡ് സസ്യങ്ങളെയാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയനെ, ഈ പ്രോസസ്സിനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ബി ക്വസ്റ്റ്യൻ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ബി ക്വസ്റ്റ്യൻ, വൈ പൊമാറ്റോ ഈസ് നോട്ട് കൾട്ടിവേറ്റഡ് കൊമേഴ്ഷ്യലി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യാത്തത് എന്ന് പറഞ്ഞത്. അതിന് ഒന്നിൽ ഇത് എഴുതിയാൽ മതി, ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള വിളവ് നൽകാൻ ഇതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇതിന് തക്കാളിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാ ഗുണങ്ങളും അത് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ നമുക്ക് കൊമേഴ്ഷ്യലി പ്രയോജനപ്പെടുത്താൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി അത്രത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിപണിയിൽ അത് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും ഗുണമേന്മയുള്ള ഒരു വിളവ് നമുക്ക് ഇതിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഈ ഒരു ആശയം തരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തത്, പ്രേ സ്പീഷീസ് ഹാവ് ഇവോൾവ് വേരിയസ് ഡിഫൻസ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് പ്രിഡേഷൻ. റൈറ്റ് 2 സച്ച് ഡിഫൻസ് മെക്കാനിസം സീൻ ഇൻ അനിമൽസ്. ഓക്കെ, അപ്പോൾ ഇതും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ പറയുന്നത്? ഇരപിടിയന്മാര് അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഇരകൾ ചില അനുകൂല സാഹചര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ മൃഗങ്ങൾ കാണുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും 2 അനുകൂലനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം. ക്യാമഫ്ലാഷ് എഴുതാം അല്ലേ? അത് നമുക്ക് ചുറ്റുപാടുള്ള ആ നിറവുമായിട്ട് അത് പൊരുത്തപ്പെട്ട് അതേപോലെ തോന്നും. അതായത് ഇരപിടിയന്മാരുടെ കണ്ടുപെടാതിരിക്കാൻ വേണ്ടിയിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ചുറ്റുപാടുള്ള അതിന്റെ സറൗണ്ടിങ്സ് ഉള്ള നിറവുമായിട്ട് ഒത്തുപോകുന്നു. അങ്ങനത്തെ ഉള്ളത് അത് എഴുതാം. അടുത്ത രണ്ടാമത് എന്തെഴുതാം? കെമിക്കൽ ഡിഫൻസ് എഴുതാം. കെമിക്കൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോണാർക്ക് ബട്ടർഫ്ലൈയുടെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. അതിൽ ഒരു കയ്പുള്ള ഒരു പ്രത്യേകതരം ഒരു രാസവസ്തു ഉണ്ട്, കെമിക്കലുണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന പ്രിഡേറ്റർ, അതിനെ ഭക്ഷിക്കുന്ന ആ ജീവിക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവ ഇതിനെ ഒഴിവാക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ എൻലാർജ്ഡ് വ്യൂ ഓഫ് 1 മൈക്രോസ്പൊറാഞ്ചിയം ഷോയിങ് വാൾ ലേയേഴ്സ്, ലേബൽ ദ പാർട്സ് A, B, C and D. അപ്പോൾ A, B, C, D എന്ന് പറഞ്ഞ് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പാർട്ട് ഏതാണെന്ന് ഇതും പഠിച്ചതാണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ വലുതാക്കിയ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും പുറത്തുള്ള പാളിയാണ് എപ്പിഡെർമിസ്. ബി എന്ന് പറഞ്ഞാൽ എൻഡോതീസിയാണ്, അതിന് തൊട്ടകത്തായിട്ടുള്ള, അതിന് എപ്പിഡെർമിസിന്റെ തൊട്ടകത്തുള്ള, അതായത് 2ാമത്തെ പാളിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത സി എന്ന് വെച്ചാൽ മിഡിൽ ലേയേഴ്സ്, അതിന് നടുക്കുള്ളത്. പിന്നെ ഡി എന്ന് വെച്ചാൽ ടപ്പീറ്റം, അതായത് ഏറ്റവും അകത്തുള്ള ന്യൂട്രീഷ്യസ് പോഷകങ്ങൾ നൽകുന്ന പാളിയാണ് ടപ്പീറ്റം. ഓക്കെ, ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്? ഓക്കെ, പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചതാണ്. DNA ഒരു 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ ഒരേ ദിശയിൽ നമുക്ക് വായിക്കാൻ ഒരേപോലെയുള്ള നൈട്രജൻ ബേസുകൾ വേണം. അപ്പോൾ അതിനുള്ള ക്രമീകരണത്തെ, ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് എ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. അപ്പോൾ ഈ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് ഒരു ഉദാഹരണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇക്കോ RI എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം, അതിനെ തിരിച്ചറിയുന്ന സീക്വൻസ് നമുക്കറിയാം. ഇത്തരത്തിൽ ഇതുപോലെ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ PCR ഈസ് യൂസ്ഫുൾ ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസസ്. അപ്പോൾ രോഗങ്ങളെ ഏർലി സ്റ്റേജിൽ, അതായത് പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് PCR എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിനെങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു
രോഗിയുണ്ട്. ആ രോഗിയുടെ ശരീരത്തിൽ എന്താണ് വളരെ കുറഞ്ഞ അളവിലുള്ള ഈ സാന്ധ്യം, അതായത് നമ്മുടെ ബാക്ടീരിയ ആണോ വൈറസ് ആണോ, അത് വളരെ കുറഞ്ഞ അളവിൽ ഉള്ളപ്പോൾ തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ DNA അല്ലെങ്കിൽ അവയുടെ DNA അല്ലെങ്കിൽ RNA പിന്നെ എന്താണ് ട്വേസ് ചെയ്ത് അല്ലെങ്കിൽ 10 മടങ്ങ് ഇരട്ടിച്ചിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിട്ട് അതിനെ ആംപ്ലിഫിക്കേഷൻ ചെയ്ത്, ആംപ്ലിഫിക്കേഷൻ എന്നാണ് ആ പോയിന്റ്, ആംപ്ലിഫിക്കേഷൻ ചെയ്ത് അതിനെ കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയിട്ട് PCR സഹായിക്കുന്നു എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റൈറ്റ് 2 ആപ്ലിക്കേഷൻസ് ഓഫ് PCR-ന്റെ 2 ഉപയോഗങ്ങൾ. PCR എന്താണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ് ജനറ്റിക് ഡിസീസസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ജനിതക രോഗങ്ങൾ കണ്ടെത്താൻ, അതായത് മ്യൂട്ടേഷൻ, പിന്നെ ഉള്ള മ്യൂട്ടേഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ജനറ്റിക് പരമായ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടത്തുള്ള ആ ജീനുകളെ കണ്ടെത്താൻ സഹായിക്കുന്നു എന്ന് പറയാം. പിന്നെ അടുത്ത് പറയാം നമ്മൾ ഫോറൻസിക് സയൻസിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് DNA വർദ്ധിപ്പിക്കാനും കുറ്റാന്വേഷണത്തിലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വന്നാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ആർ ഗിവൻ ബിലോ. റൈറ്റ് ദ നെയിം ഓഫ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ. ഇതിവിടെ ട്യൂഷൻ സെന്ററിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ, അതിന്റെ നെയിം ഓഫ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ, അത് ഏതാണ് വരുന്നത്. അപ്പോൾ കാക്ടസും മോത്തും, അപ്പോൾ അവ തമ്മിലുള്ള നെയിം ഓഫ് ഇന്ററാക്ഷൻ, അവ തമ്മിൽ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒന്നിൽ പ്രിഡേഷൻ പറയാം, പ്രിഡേഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസവും വരുന്നുണ്ട് ചില സമയത്ത്. ഓക്കെ, അപ്പോൾ പ്രിഡേഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തെന്താണ് ടിക്സ് ഓൺ ഡോഗ്സ്. പട്ടിയിലെ ചെള്ളുകൾ, പട്ടിയും ചെള്ളും അവ തമ്മിലുള്ള ബന്ധം എന്താണ്, പാരസൈറ്റിസം അല്ലേ. പട്ടിക്ക് ദോഷവും എന്താണ് ചെള്ളിന് ഗുണവുമാണ്. അപ്പോൾ അതെന്താണ് പാരസൈറ്റിസം ആണ്. അത് നമ്മൾ പഠിച്ചു. അടുത്ത മൈക്കോറൈസ മ്യൂച്വലിസം അല്ലേ. മ്യൂച്വലിസം ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി, അതുകൊണ്ട് പറയുന്നില്ല, പെട്ടെന്ന് പോവുകയാണ്. അടുത്ത ഫ്ലെമിംഗോസ് ആൻഡ് ഫിഷസ് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ആണ്, ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്. അതും പഠിച്ചതാണ്. എക്കോളജിക്കൽ പിരമിഡിന്റെ ലിമിറ്റേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ബിലോങ്ങിങ് ടു 2 or more ട്രോഫിക് ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് അസ്യൂംസ് സിമ്പിൾ ഫുഡ് ചെയിൻ ആൻഡ് ഡസ് നോട്ട് അക്കോമഡേറ്റ് എ ഫുഡ് വെബ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നെയാണ്, ഇതും പഠിച്ച കാര്യമാണ്. ഓക്കെ, അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തത്. റൈറ്റ് ഇനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 17 to 20 ഈച്ച് ക്യാരീസ് 3 scores. ഓക്കെ, അതിനുമുമ്പ് 16ന്റെ ഞാൻ ഇംഗ്ലീഷാണ് വായിച്ച, മലയാളം അറിഞ്ഞില്ലാത്തവർക്ക് എന്താണ് ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഒരേ ജീവിവർഗം തന്നെ ഒന്നിലധികം ട്രോഫിക് ലെവലുകളിൽ ഉൾപ്പെടാം എന്ന യാഥാർത്ഥ്യം അത് ഒരു ഇക്കോളജിക്കൽ പിരമിഡിലും കണക്കിലെടുക്കുന്നില്ല, അതൊരു കാര്യമാണ്. പിന്നെന്താണ്, ഇതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് വെബുകളെ ഉൾക്കൊള്ളാനായിട്ട് ഇതിനകത്ത് സാധിക്കില്ല. അതൊക്കെ നമ്മളൊരു ഡ്രോബാക്ക് ആണെന്ന് അവിടെ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഇനി 3 ക്വസ്റ്റ്യൻ ഫ്രം 17 to 20. ഓക്കെ, 17 മുതൽ 20 വരെയുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓക്കെ, ഇനി എന്താണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 3 ഫീച്ചേഴ്സ് റിക്വയർഡ് ബൈ ആൻ ഐഡിയൽ ക്ലോണിംഗ് വെക്ടർ. ഓക്കെ, അത് പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. എന്താ ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് എഴുതിയാൽ മതി. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിവിടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വിത്ത് റോബ്, സിംഗിൾ റെക്കഗ്നിഷൻ സീക്വൻസ് അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ്, സെലക്ടബിൾ മാർക്കർ എന്നൊക്കെ പറഞ്ഞു. അത് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു. സം ഓഫ് ദ സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ ആർ ഗിവൻ ബിലോ. ഡിസ്ക്രൈബ് ഈച്ച് വൺ ഓഫ് ദം. ഇതും ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ലീച്ചിങ്, കാറ്റബോളിസം, മിനറലൈസേഷൻ, അതിനകത്ത് ആ ഡീകമ്പോസിഷനകത്ത് വരുന്ന ഫ്രാഗ്മെന്റേഷൻ തുടങ്ങിയ ആ ടേബിളിലൊക്കെ വരച്ച് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതിൽ ലീച്ചിങ് എന്തായിരുന്നു. ലീച്ചിങ് എന്ന് വെച്ചാൽ വാട്ടർ സോല്യൂബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ ഇൻ ടു ദ സോയിൽ. അപ്പോൾ വാട്ടർ സോല്യൂബിൾ വെള്ളത്തിൽ ലയിക്കുന്ന ഇനോർഗാനിക് ന്യൂട്രിയൻസ് മണ്ണിലോട്ട് താഴ്ന്നു പോകുന്നത്, അതാണ് ലീച്ചിങ്. അടുത്തെന്താണ് കാറ്റബോളിസം പറഞ്ഞു. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡീഗ്രേഡ് ഡിട്രീറ്റേഴ്സ് ഇൻറ്റു സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസ്. അതായത് ആ അവശിഷ്ടത്തിനെ ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ എന്താണ് ഡിഗ്രേഡ് ചെയ്ത് സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആക്കി, പദാർത്ഥമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മിനറലൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഫോർമേഷൻ ഓഫ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഫ്രം ഹ്യൂമസിൽ നിന്ന് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതും പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്. സീഡ്സ് ഓഫർ സെവറൽ അഡ്വാൻറ്റേജ് ടു ആൻജിയോസ്പേംസിന് ഈ വിത്തുകൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവയിൽ ഏതെങ്കിലും 3 എഴുതാൻ പറഞ്ഞു. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും 3 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്തൊക്കെ എഴുതാൻ, ഡിപ്പെൻഡബിൾ പ്രോസസ് എന്ന് പറയാം, ഡിസ്പേഴ്സൽ, അത് വിത്ത് ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അത് കോളനൈസേഷൻ, പിന്നെ നറിഷ്മെന്റ്, അതിൽ പോഷകങ്ങൾ സ്റ്റോർ ചെയ്യുന്ന അത് പറയാം, പ്രൊട്ടക്ഷൻ ആണ്, വേരിയേഷൻസ് അതൊക്കെ പറയാം. ഓക്കെ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. എ
വിച്ച് ആർ ദ 4 ആട്രിബ്യൂട്ട്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ 4 ആട്രിബ്യൂട്ട്സ് അത് പറഞ്ഞു. ബർത്ത് റേറ്റ് ഒരു പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പറഞ്ഞു. ജനനനിരക്ക് പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ജനനനിരക്ക് കൂടുമ്പോൾ എന്താണ് പോപ്പുലേഷൻ കൂടുമെന്നും, അടുത്ത ഡെത്ത് റേറ്റ് മരണനിരക്ക് അതിനെന്ത് പറയും, അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്ന് എഴുതാം. ഓക്കെ, മരണനിരക്ക് കൂടുമ്പോൾ പോപ്പുലേഷൻ കുറയും, ഇതൊക്കെ പറഞ്ഞു. സെക്സ് റേഷ്യോ പറഞ്ഞു, പിന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്രയും എഴുതും. ഇത്രയാണ് അവിടെ വരുന്നത് ആൻസർ ആയിട്ട്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതും പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ഏജ് പിരമിഡ്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി ഇൻ ദ ഗിവൻ പിക്ചർ. ഓക്കെ, ഫസ്റ്റത്തത് സ്റ്റേബിൾ ഏജ് പിരമിഡ് എന്ന് പറഞ്ഞു. സെക്കൻഡത് എന്താണ്, ഡിക്ലൈൻ ഏജ് പിരമിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ടണിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ സുവോളജിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സുവോളജി നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവിസ് സൈനിങ് ഓഫ്.